ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലെ പൂജരാജാക്കന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പൂജരാജാക്കന്മാർ വളരെ ദീർഘമായിട്ടുള്ള ദൂരം യാത്ര ചെയ്ത് ഇവര് രക്ഷകനെ കാണുന്നു, രക്ഷകനെ ആരാധിക്കുന്നു, രക്ഷകന് കാഴ്ചകൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ദൈവം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജ്ഞാനം നൽകിയിട്ടുണ്ട്. കാരണം കൺമുൻപിൽ കിടക്കുന്ന ശിശു, ആ പൈതൽ ആരാധിക്കപ്പെടാൻ യോഗ്യനാണ്. നമുക്കറിയാം, ആരാധന എപ്പോഴും അർപ്പിക്കുന്നത് ദൈവത്തിനാണ്. കൺമുൻപിൽ കിടക്കുന്ന ശിശു ദൈവമാണ് എന്നുള്ള അവബോധത്തിലേക്ക് അവർ വരികയാണ്. ദൈവം നൽകിയ ആ ഒരു വെളിപ്പെടുത്തലിനോട് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട് എളിമപ്പെട്ടുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നു. രക്ഷകനായി പിറന്ന ഈശോ മിശിഹായെ ഇവരെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കാം. ഈശോയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഈശോയെ കുറേ പേര് ഈശോയെ നല്ലൊരു ഫിലോസഫറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, ചിലർ നല്ല മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ഗുരുവായിട്ട്, മോറൽ ടീച്ചറായിട്ട് ഒക്കെ ഈശോയെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈശോ ദൈവമാണ്, ഏക രക്ഷകനാണ്, ഏക മധ്യസ്ഥനാണ് എന്നുള്ള അവബോധത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കാം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന സമ്മാനമാണ്. നമ്മളതിനോട് പ്രത്യുത്തരം നൽകേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ്. ദൈവം എല്ലാവർക്കും ആ ഒരു സമ്മാനം നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ താല്പര്യവും നമ്മുടെ തീഷ്ണതയും ഒക്കെ വിശ്വാസം വളരുന്നതിൽ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവം നമുക്ക് നൽകിയ ആ ഒരു ജ്ഞാനത്തോട് നമ്മൾ എളിമപ്പെട്ട് സഹകരിക്കുന്നുണ്ടോ? ഈശോ മിശിഹായെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ നല്ലപോലെയൊക്കെ ഈശോയെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ യഥാർത്ഥമായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റവും നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ജ്ഞാനികളോട് ഹെറോദേസ് പറയുന്നുണ്ട്, നിങ്ങൾ ശിശുവിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്നോട് വന്ന് പറയണം. ഹെറോദേസിന്റെ ഉദ്ദേശം തെറ്റാണ്. ഹെറോദേസ് ശിശുവിനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ജ്ഞാനികളോട് അങ്ങനെ പറയുന്നത്. വലിയ ഭരണാധികാരിയുടെ ഉത്തരവ് അവര് സ്വർഗത്തിനെ പ്രതി, സ്വർഗം നൽകിയ മുന്നറിയിപ്പിനെ പ്രതി മാറ്റിവെച്ച് ഹെറോദേസിനെ കണക്കാക്കാതെ, ലൗകികമായിട്ടുള്ളതിൻ്റെ പുറകെ പോകാതെ സ്വർഗത്തിൻ്റെ പുറകെ പോകുന്ന ജ്ഞാനികളെ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടുള്ള ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവ സ്വരത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കാം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രവിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനം അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തി മുഴുവൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.